നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കലൂർ അപകടത്തിൽ വീഴ്ച സമ്മതിച്ച് GCDA നടപടി തുടങ്ങിയതായി ചെയർമാൻ ചന്ദ്രൻപിള്ള. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് സസ്പെൻഷൻ. അന്വേഷണത്തിന് GCDA സെക്രട്ടറിയെ നിയോഗിച്ചു. GCDAയെ ന്യായീകരിക്കാതെ കൊച്ചി മേയർ അനിൽകുമാർ. സംഘാടനത്തിൽ വീഴ്ചയുണ്ടായി എന്ന് ആവർത്തിച്ചു മേയർ. വീഴ്ച സംഭവിച്ചത് ആർക്കാണെന്ന് കണ്ടെത്തട്ടെ. പരിപാടിക്ക് അനുമതി കൊടുത്ത എക്സിക്യൂട്ടീവ് യോഗത്തിൽ താൻ പങ്കെടുത്തിട്ടില്ല. വിജിലൻസ് അന്വേഷണത്തിന്റെ കാര്യം സർക്കാർ തീരുമാനിക്കട്ടെ എന്നും മേയർ. കൊച്ചിയിലെ GCDA ആസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. GCDA യോഗം നടക്കുന്നതിനിടെ പ്രവർത്തകർ ഓഫീസിലേക്ക് തള്ളിക്കയറി ചെയർമാനെ ഉപരോധിച്ചു. കലൂർ സ്റ്റേഡിയത്തിലെ അശാസ്ത്രീയ നിർമ്മാണത്തിൽ ചെയർമാൻ മറുപടി പറയണമെന്നാവശ്യം. ഉണ്ടായത് ഗുരുതര വീഴ്ചയെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ. GCDA ചെയർമാനെ മാറ്റി നിർത്തി വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ആവശ്യം. ഗ്യാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. വെന്റിലേറ്ററിൽ നിന്നും മാറ്റി. തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരും. ഷർട്ട് വിവാദത്തിൽ മുഖ്യമന്ത്രിയെ തള്ളി ഗണേഷ് കുമാർ. ആചാരങ്ങൾ പാലിക്കാൻ കഴിയുന്നവർ ക്ഷേത്രത്തിൽ പോയാൽ മതിയെന്ന് പ്രതികരണം. ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരമുണ്ട്, അതിൽ മാറ്റം വരുത്തണമോ എന്ന് തന്ത്രിയാണ് തീരുമാനിക്കേണ്ടതെന്ന് ഗണേഷ് കുമാർ. സനാതനധർമ്മം ഇന്നത്തെ കാലത്ത് അശ്ലീലമാണെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവന അജ്ഞത കൊണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സനാതനധർമ്മത്തെ സംഘപരിവാറിന് കീഴിൽ കൊണ്ടുകെട്ടാനുള്ള ഗൂഢശ്രമമാണ് മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും നടത്തുന്നതെന്നും സതീശൻ. NSS പരിപാടിയിൽ വിശിഷ്ടാതിഥികളായി CPM BJP നേതാക്കൾ പങ്കെടുക്കാറില്ലെന്ന് K മുരളീധരൻ. പരിപാടിയിൽ പങ്കെടുക്കുന്നത് കൂടുതലും കോൺഗ്രസുകാർ. 1996 മാത്രമാണ് NSS ഇടതുപക്ഷത്തെ സഹായിച്ചതെന്നും മുരളീധരൻ. മുനമ്പം ഭൂപ്രശ്നത്തിൽ വഖഫ് ബോർഡിന്റെ ഭാഗം കേട്ടുകഴിഞ്ഞാലുടൻ ഹിയറിംഗ് തുടങ്ങുമെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. ഹിയറിംഗ് 10-ന് തുടങ്ങും. ജുഡീഷ്യൽ കമ്മീഷന് വഖഫ് ട്രൈബ്യൂണലുമായി ബന്ധമില്ല. നിലവിലെ പ്രശ്നം പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കുമെന്നും മുനമ്പത്ത് സന്ദർശനം നടത്തിയ ശേഷം ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. മുനമ്പം സമരം 84-ാം ദിവസം. സമരത്തിന് പിന്നിൽ റിസോർട്ട് മാഫിയയാണെന്ന വ്യാജ പ്രചാരണം നടക്കുന്നുണ്ടെന്ന് സമരസമിതി. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ പിന്മാറില്ലെന്നും സമരസമിതി. മുനമ്പം വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ അതിരൂപത. നാളെ വരാപ്പുഴ, കോട്ടപ്പുറം, എറണാകുളം, അങ്കമാലി അതിരൂപതകളുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല തീർത്ത് പ്രതിഷേധിക്കും. വൈപ്പിൻ മുതൽ മുനമ്പം വരെ ഏകദേശം 25 കിലോമീറ്റർ ദൂരത്തിൽ മനുഷ്യച്ചങ്ങല തീർക്കും. വയനാട് പുനരധിവാസത്തിൽ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് വെബ് പോർട്ടൽ തയ്യാറാക്കും. നിലവിലുള്ള സ്പോൺസർമാരുടെ വിവരങ്ങളും ഭാവി സ്പോൺസർമാർക്കുള്ള ഓപ്ഷനുകളും ലഭ്യമാക്കും. സ്പോൺസർഷിപ്പ് നടപ്പാക്കാൻ ത്രികക്ഷി കരാർ രൂപീകരിക്കാനും മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ തീരുമാനം. മഹാദുരന്തത്തെ അതിജീവിക്കുന്ന വയനാട്ടിലെ കുട്ടികളെ ചേർത്തു നിർത്തിയ 63-ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം. വയനാട് വെള്ളാർമല സ്കൂളിലെ 7 കുട്ടികളുടെ സംഘനൃത്തം ഉദ്ഘാടനത്തിലെ പ്രധാന ആകർഷണം. സംസ്ഥാന സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി. മനുഷ്യരാശിക്ക് നഷ്ടമാകുന്ന നന്മ കലയിലൂടെ വീണ്ടെടുക്കാനാകുമെന്ന് മുഖ്യമന്ത്രി. സ്കൂൾ വിദ്യാഭ്യാസ കാലം അവസാനിക്കുന്നതോടെ കല അവസാനിപ്പിക്കുന്ന വലിയ വിഭാഗമുണ്ട്. ഇത് ഗൗരവമായി ചർച്ച ചെയ്യണമെന്നും മുഖ്യമന്ത്രി.
ഉരുൾപൊട്ടലിൽ തകർന്ന സ്കൂൾ പഴയ സ്ഥലത്ത് തന്നെ വേണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ട് വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ. സ്കൂൾ അവിടെ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി മുഖ്യമന്ത്രി. അതിജീവന നൃത്തം കാണാനെത്തിയപ്പോഴായിരുന്നു കുട്ടികളുടെ അഭ്യർത്ഥന. പ്രതിഷേധിക്കാൻ പാടില്ലെന്ന് പറയാൻ ഇത് സ്റ്റാലിന്റെ റഷ്യയല്ലെന്ന പ്രതിപക്ഷ നേതാവ്. പ്രതിഷേധിച്ചതിന്റെ പേരിൽ കായികമേളയിൽ നിന്നും കുട്ടികളെ വിലക്കിയ നടപടിയോട് പ്രതികരിക്കുകയായിരുന്നു വി ഡി സതീശൻ. ഏറ്റവും കൂടുതൽ പ്രതിഷേധം സംഘടിപ്പിച്ചയാളാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയെന്ന് സതീശൻ. കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത് കോൺഗ്രസുകാരെന്ന് ബസേലിയോസ് മാർ ക്ലിമീസ് കാതോലിക്ക ബാവ. കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനോടായിരുന്നു പരാമർശം. നാമഹേതു തിരുനാളിനോടനുബന്ധിച്ച് ആശംസ അറിയിക്കാനെത്തിയപ്പോഴാണ് കർദിനാളിന്റെ പ്രതികരണം. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയമല്ല ഇതെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ചർച്ചയാവേണ്ടതെന്നും ചെന്നിത്തല. പി വി അൻവറിന്റെ UDF പ്രവേശന സാധ്യത തള്ളാതെ PK കുഞ്ഞാലിക്കുട്ടി. UDF ചർച്ച ചെയ്ത് തീരുമാനിക്കണം. പലതും കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കും. ആർക്കു മുമ്പിലും വാതിൽ അടച്ചിടുന്നില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി. വനം വന്യജീവി നിയമ ഭേദഗതിക്കെതിരെ നടത്തുന്ന ജനകീയ യാത്രയിൽ UDF നേതാക്കൾ പങ്കെടുക്കാത്തത് തിരിച്ചടിയായി കരുതുന്നില്ലെന്ന് PV അൻവർ. ഒരു ജനകീയ വിഷയമായതുകൊണ്ടാണ് ഇവരെയെല്ലാം ക്ഷണിച്ചത്. UDFുമായി സഹകരിക്കാവുന്ന മേഖലയായിരുന്നു ഈ സമരം. ഈ സർക്കാർ ഇനി ഒരിക്കലും അധികാരത്തിൽ വരാതിരിക്കാനാണ് താൻ ശ്രമിക്കുന്നത്. സർക്കാരിനെ താഴെ ഇറക്കാൻ ആരുമായും സഹകരിക്കുമെന്നും അൻവർ. KC വേണുഗോപാലുമായി താൻ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടില്ലെന്ന് PV അൻവർ. രമേശ് ചെന്നിത്തല, VD സതീശൻ, K സുധാകരൻ എന്നിവരുമായാണ് സംസാരിച്ചത്. KPCCയിൽ ഭിന്നാഭിപ്രായം. തീരുമാനം കോൺഗ്രസ് എടുക്കട്ടെയെന്നും അൻവർ. PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സ്ഥിരീകരിച്ചു ദേവികുളം മുൻ MLA S രാജേന്ദ്രൻ. അൻവറിന്റെ നിലപാടുകളോട് യോജിപ്പുണ്ട്. വനം വകുപ്പിനെതിരായ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കാൻ PV അൻവർ ആവശ്യപ്പെട്ടു. സമരത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ താൻ തീരുമാനം കൈക്കൊണ്ടിട്ടില്ലെന്നും S രാജേന്ദ്രൻ. സർക്കാരിനും CPM-നുമെതിരെ S രാജേന്ദ്രൻ 4 വർഷമായി ഊരുവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് പോലെയാണ്. സർക്കാർ പരിപാടികളിൽ നിന്ന് പോലും മാറ്റി നിർത്തുന്നു. മുൻ MLA എന്ന് പേര് വയ്ക്കുന്നത് AK മണിയുടെ മാത്രം. AK മണിക്ക് ശേഷം MLA ആയ ആളാണ് താൻ. ഇപ്പോഴത്തെ MLA തന്റെ പേര് വെട്ടുന്നുവെന്ന് രാജേന്ദ്രൻ. രമേശ് ചെന്നിത്തലയെ ജാമിയ നൂരിയിലേക്ക് ക്ഷണിച്ചതിനെ സ്വാഗതം ചെയ്ത PK കുഞ്ഞാലിക്കുട്ടി. അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. പ്രതിപക്ഷ നേതാവിനെ കഴിഞ്ഞ തവണ ക്ഷണിച്ചു. ഇത്തവണ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചു. കേരളത്തിലെ എല്ലാ പ്രമുഖ നേതാക്കളും ജാമിയ നൂരിയയിൽ മുൻപ് വന്നിട്ടുണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടി. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇടതുപക്ഷം ഭൂരിപക്ഷ വർഗീയ കാർഡ് ഇറക്കി കളിക്കുകയാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം ലീഗിനെതിരെ സാമ്പാർ മുന്നണി ഉണ്ടാക്കി വിജയം നേടാൻ ശ്രമിച്ചവരാണ് ഇടതുപക്ഷം. വർഗീയതയെപ്പറ്റി പൊന്നാനിയുടെ മണ്ണിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രി സംസാരിച്ചത് നന്നായി. പൊന്നാനിയിൽ മുസ്ലിം ലീഗിനെതിരെ എല്ലാവരെയും അണിനിരത്തി പ്രചാരണം നടത്തിയത് ഇടതുപക്ഷമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വയനാട് പുനരധിവാസത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ അഴിമതി ആരോപണവുമായി PV അൻവർ MLA. നിർമ്മാണം നടത്തുന്ന ഊരാളുങ്കൽ കമ്പനിയിലൂടെ CPM നേതാക്കൾ തന്നെ പണം അടിച്ചെടുക്കുന്നുവെന്ന ആരോപണം. മുഹമ്മദ് റിയാസ് എസ്റ്റേറ്റ് ഉടമകളുമായി ചർച്ച നടത്തി. മുതിർന്ന മന്ത്രിമാർ ഉണ്ടായിട്ടും റിയാസിനെ തന്നെ വയനാട്ടിൽ നിയോഗിച്ചത് ദുരൂഹമാണ്. സ്പോൺസർമാരും പദ്ധതിയുമായി സഹകരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളും തീരുമാനം പുനരാലോചിക്കണമെന്ന് അൻവർ. ജനുവരി അവസാനത്തോടെ BJPക്ക് പുതിയ ദേശീയ അധ്യക്ഷനെത്തും. സംസ്ഥാന അധ്യക്ഷന്മാരെ 15-ന് മുൻപ് തെരഞ്ഞെടുക്കും. ഇതോടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ BJPയിൽ നേതൃമാറ്റത്തിന് കളമൊരുങ്ങുന്നു. രാജീവ് ചന്ദ്രശേഖർ, MP രമേശ്, ശോഭ സുരേന്ദ്രൻ എന്നിവരുടെ പേരുകൾ സജീവം. തമിഴ്നാട് സാത്തൂരിലെ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം. 6 മരണം, 2 പേർക്ക് ഗുരുതര പരിക്ക്. പടക്ക നിർമ്മാണശാലയുടെ ലൈസൻസ് റദ്ദാക്കി. ഒളിവിൽ പോയ ഉടമയ്ക്കെതിരെ കേസെടുത്തു. കണ്ണൂർ കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാർ. RSS BJP പ്രവർത്തകരായ 9 പേരാണ് പ്രതികൾ. വിധി പറഞ്ഞത് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷ ജനുവരി 7-ന് വിധിക്കും. കൊലപാതകം നടന്നത് 2005 ഒക്ടോബർ 3-ന്. സുഹൃത്തുക്കളോടൊപ്പം നടന്നു വരവെ ചൂണ്ട തച്ചൻകണ്ടി ക്ഷേത്രത്തിനടുത്ത് വെച്ച് മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു.
കൊല്ലം അഞ്ചലിൽ യുവതിയെയും ഇരട്ട കുട്ടികളെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ പിടിയിൽ. അറസ്റ്റിലായത് അഞ്ചൽ സ്വദേശി ദിബിൽ കുമാർ, കണ്ണൂർ സ്വദേശി രാജേഷ് എന്നിവർ. കൊലപാതകം നടന്ന് 19 വർഷത്തിന് ശേഷമാണ് പ്രതികൾ പിടിയിലായത്. പ്രതികൾ ഈ മാസം 18 വരെ റിമാൻഡിൽ. അനിശ്ചിതത്വത്തിനൊടുവിൽ പാറമേക്കാവ് വേല ആഘോഷിച്ചു. പുലർച്ചെ 1 മണിയോടെ നടന്ന വെടിക്കെട്ട് ആസ്വദിക്കാനെത്തിയത് നിരവധി പേരാണ്. കൊമ്പൻ പുതുപ്പള്ളി കേശവൻ പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി. സംസ്ഥാനത്ത് പ്രളയഭീഷണി വർദ്ധിച്ചതായി സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ പഠനം. കേരളം പ്രളയത്തിന്റെ അതീവ ഗുരുതര വിഭാഗത്തിലാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് ചുഴലിക്കാറ്റ് അപകടങ്ങൾക്ക് ഉയർന്ന സാധ്യതയെന്നും പഠനം. സ്വർണ്ണവിലയിൽ കുറവ്. പവന് 360 രൂപ കുറഞ്ഞ് 57,720 വ്യാപാരം നടക്കുന്നു. ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 7,215. പുതുവർഷത്തിൽ സ്വർണ്ണവില കുറയുന്നത് ആദ്യമായി. നാഷണൽ വാർത്തകൾ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് 29 പേരുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് ബിജെപി. അരവിന്ദ് കെജ്രിവാളിനെതിരെ പർവേഷ് വർമ്മ മത്സരിക്കും. രമേശ് ബിധൂരി കൽക്കാജിയിൽ നിന്ന് ജനവിധി തേടും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി അതിഷിക്കെതിരെ അൽക്ക ലാംബയെ രംഗത്തിറക്കി കോൺഗ്രസ്. കൽക്കാജി മണ്ഡലത്തിൽ അൽക്ക സ്ഥാനാർത്ഥിയാകും. അരവിന്ദ് കെജ്രിവാളുമായുള്ള തർക്കത്തെ തുടർന്ന് അൽക്ക AAP വിട്ട് കോൺഗ്രസിൽ ചേരുകയായി. ബഹിരാകാശ റോബോട്ടിക്സ് രംഗത്ത് ചരിത്രമെഴുതി ഇന്ത്യ. സ്പേഡെക്സ് ദൌത്യത്തിനൊപ്പം ഇന്ത്യ അയച്ച റോബോട്ടിക് ആം പ്രവർത്തനക്ഷമമായി. ISRO ഔദ്യോഗിക എക്സ് അക്കൌണ്ടിലൂടെയാണ് വിവരം പുറത്തുവിട്ടത്. തിരുവനന്തപുരത്തെ IISCUവിലാണ് യന്ത്രക്കൈ വികസിപ്പിച്ചത്. ബഹിരാകാശത്ത് വസ്തുക്കളുടെ സ്ഥാനം മാറ്റാനും അറ്റകുറ്റപ്പണികൾക്കുമാണ് യന്ത്രക്കൈ ഉപയോഗിക്കുന്നത്. മെഡിക്കൽ കോഴ്സുകളിലെ സീറ്റുകൾ ഒഴിച്ചിടാനാവില്ലെന്ന് സുപ്രീംകോടതി. വിഷയത്തിൽ എത്രയും വേഗം ചർച്ചകൾ നടത്തി തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം. 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം. പ്രത്യേക സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നതായും കേന്ദ്രം. ശബരിമലയിൽ പോകുന്ന അയ്യപ്പ ഭക്തർ വാവരുപള്ളിയിൽ പോയി ശുദ്ധി കളയരുതെന്ന് BJP നേതാവും MLAയുമായ രാജാ സിംഗ്. ഭക്തർ അയ്യപ്പ ദീക്ഷയുടെ നിയമങ്ങൾ കർശനമായി പാലിക്കണം. വാവരുപള്ളി സന്ദർശിക്കുന്നത് അവരെ അശുദ്ധരാക്കും. മസ്ജിദ് സന്ദർശിക്കാൻ ഭക്തരെ പ്രോത്സാഹിപ്പിക്കുന്നത് ഗൂഢാലോചനയുടെ ഭാഗമെന്നും BJP MLA. പ്രമുഖ ആണവശാസ്ത്രജ്ഞൻ ഡോക്ടർ R. ചിദംബരം അന്തരിച്ചു. 88 വയസ്സായിരുന്നു. മുംബൈയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിടവാങ്ങിയത് 1975-ലും 98-ലും ആണവ പരീക്ഷണങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ച ശാസ്ത്രജ്ഞൻ. പൊഖ്രാൻ 1, പൊഖ്രാൻ 2 പരീക്ഷണങ്ങളിൽ നിർണായക പങ്കുവഹിച്ചു. തമിഴ്നാട്ടിൽ ED റെയ്ഡ്. DMK ജനറൽ സെക്രട്ടറി മന്ത്രിയുമായ ദുരൈമുരുകന്റെ വീട്ടിൽ പരിശോധന നടത്തി ED സംഘം. ഇന്നലെ വൈകിട്ട് തുടങ്ങിയ പരിശോധന നീണ്ടത് പുലർച്ചെ 1:35 വരെ. ഇന്ന് വീണ്ടും പരിശോധന തുടരും. തമിഴ്നാടിന് ആവേശം പകർന്ന് ഈ വർഷത്തെ ആദ്യ ജല്ലിക്കെട്ട്. പുതുക്കോട്ടയിലെ തച്ചൻകുറിച്ചിയിലായിരുന്നു ജല്ലിക്കെട്ട് നടന്നത്. സൗരവ് ഗാംഗുലിയുടെ മകൾ സന ഗാംഗുലി സഞ്ചരിച്ച കാറും ബസും കൂട്ടിയിടിച്ച അപകടം. കൊൽക്കത്ത ഡയമണ്ട് ഹാർബർ റോഡിലായിരുന്നു അപകടം. അപകടത്തിന് ശേഷം ബസ് നിർത്താതെ പോയി. പിന്നീട് ബസ് ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സനയ്ക്ക് സാരമായ പരിക്കില്ലെന്ന വിവരം. ഭോപ്പാൽ ദുരന്തത്തിന്റെ മാലിന്യ അവശിഷ്ടം സംസ്കരിക്കുന്നതിനെതിരെ പ്രതിഷേധം. മാലിന്യം സംസ്കരിക്കുന്ന പിതാംപൂർ മേഖലയിൽ കനത്ത സുരക്ഷ. ഇന്നലെ ബന്ദിൽ സ്വയം തീ കൊളുത്തിയ 2 പേർ ആശുപത്രി. ഉത്തരേന്ത്യയിൽ അതിശൈത്യം. ഡൽഹിയിൽ അയൽ സംസ്ഥാനങ്ങളിലും കനത്ത മൂടൽമഞ്ഞ്. ജനുവരി 8 വരെ ഈ സാഹചര്യം തുടരും. ശക്തമായ മഞ്ഞുവീഴ്ചയിൽ ട്രെയിൻ വ്യോമഗതാഗതം തടസ്സപ്പെട്ടു. 100 വിമാനങ്ങൾ വൈകി. 19 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു.
ലോകത്തിനാകെ ആശങ്കയായി ചൈനയിൽ പുതിയ വൈറസ് വ്യാപനം. HMPV വൈറസ് ബാധയെ തുടർന്ന് ചൈനയിലെ ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറയുന്നതായി റിപ്പോർട്ട്. ചൈനീസ് ആരോഗ്യ വിദഗ്ധരോ ലോകാരോഗ്യ സംഘടനയോ രോഗബാധ സ്ഥിരീകരിച്ചിട്ടില്ല. HMPV വൈറസിൽ ഇന്ത്യയിൽ ആശങ്ക വേണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇന്ത്യയിൽ ഇതുവരെ ഈ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർ അതുൽ ഗോയൽ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരിഭ്രാന്തി ആവശ്യമില്ല. ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കെതിരെ സാധാരണ എടുക്കാറുള്ള മുൻകരുതൽ സ്വീകരിച്ചാൽ മതിയെന്നും ഡോക്ടർ അതുൽ ഗോയൽ. ബ്രഹ്മപുത്രയ്ക്ക് കുറുകെ കൂറ്റൻ ഡാം നിർമ്മിക്കാനുള്ള ചൈനീസ് നീക്കത്തിൽ കടുത്ത പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. ലഡാക്ക് മേഖലയിലെ നിയമവിരുദ്ധമായ കയ്യേറ്റത്തിലും നയതന്ത്ര മാർഗത്തിലൂടെ എതിർപ്പറിയിച്ചു. ഇന്ത്യയുടെ പ്രദേശത്ത് ചൈന നടത്തുന്ന അധിനിവേശത്തെ അംഗീകരിക്കില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യയുടെ പരമാധികാരത്തെയോ ദീർഘകാലമായുള്ള നിലപാടിനെയോ ചൈനയുടെ നിയമവിരുദ്ധമായ നീക്കം ബാധിക്കില്ലെന്നും പ്രതികരണം. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കുടുംബത്തിന് 2023 ലഭിച്ച സമ്മാനങ്ങളിൽ ഏറ്റവും വില കൂടിയ സമ്മാനം നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന റിപ്പോർട്ട്. പ്രഥമ വനിത ജിൽ ബൈഡന് മോദി സമ്മാനമായി നൽകിയത് 17 ലക്ഷത്തിലേറെ രൂപ വില വരുന്ന വജ്രം. വൈറ്റ് ഹൌസിലെ ഈസ്റ്റ് വിങ്ങിൽ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ് വജ്രം എന്ന റിപ്പോർട്ട്. യുഎസിനെ യുക്രൈനിയൻ അംബാസിഡർ നൽകിയ വജ്രത്തിന്റെ പിന്നാലെ വില കൂടിയ രണ്ടാമത്തെ സമ്മാനമാണ് ഇത്. സിഡ്നി ടെസ്റ്റിന്റെ രണ്ടാം ടെസ്റ്റ് ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് ബാറ്റിംഗ് തകർച്ച. ഇന്ന് കളി അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യ 6 വിക്കറ്റിന് 141 റൺസ് എന്ന നിലയിൽ 61 റൺസെടുത്ത ഋഷഭ് പന്ത് ടോപ്പ് സ്കോറർ. ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ നേടിയത് 181 റൺസ്. വിരമിക്കൽ അഭ്യൂഹങ്ങൾ തള്ളി രോഹിത് ശർമ്മ. വിരമിക്കൽ തീരുമാനിക്കുന്നത് മാധ്യമപ്രവർത്തകർ അല്ലെന്ന് വിമർശനം. ടെസ്റ്റിൽ നിന്ന് വിരമിക്കുന്നത് ചിന്തിച്ചിട്ട് പോലുമില്ല. ഫോമിലല്ലാത്തതുകൊണ്ട്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര ഉത്സവമായി വളർന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ മേളയിൽ 15,000-ഓളം കലാപ്രതിഭകളാണ് മാറ്റുരക്കുന്നത്. നേരത്തെ പറഞ്ഞു, 25 വേദികളിലാണ് കലാമേളകൾ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഈ കലോത്സവത്തോടൊപ്പം സംസ്കൃതോത്സവം, അറബിക് സാഹിത്യോത്സവം എന്നിവ കൂടി നടക്കുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി തദ്ദേശീയ ജനതയുടെ 5 നൃത്തരൂപങ്ങൾ കൂടി മത്സര ഇനങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രാക്തന കലകളുടെയും ക്ലാസിക് കലകളുടെയും എല്ലാം സംഗമവേദിയാവുകയാണ് ഈ കലോത്സവം. ഏറെ അഭിമാനകരമാണിത്. കേരളത്തിൻ്റെ കലാസാംസ്കാരിക രംഗത്തെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം സംഭവിച്ച വർഷമാണ് കടന്നുപോയിരിക്കുന്നത്. എഴുത്തുകാരൻ, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, പത്രാധിപർ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ MT വാസുദേവൻ നായർ വിടവാങ്ങിയ വർഷമാണ് കടന്നുപോയത്. എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടികൾക്ക് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്ന വേദിയാണ് സ്കൂൾ കലോത്സവം. അതുകൊണ്ട് തന്നെ ഈ വേദിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിക്കുന്നു. കേരളത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്നത് കഴിഞ്ഞ വർഷമാണ്. അതിൻ്റെ ആഘാതത്തിൽ അവിടങ്ങളിലെ കുട്ടികളുടെ പഠനം മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. അതിനെ മറികടക്കാനുള്ള സത്വരമായ നടപടികളുമായി
സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയി. കുട്ടികൾക്ക് പഠന സൗകര്യങ്ങൾ ഒരുക്കിയും പഠനോപകരണങ്ങൾ ലഭ്യമാക്കിയും നാം അവരെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നു. ആ ദുരന്തത്തെ അതിജീവിച്ച വെള്ളാർമല GHSലെ വിദ്യാർത്ഥികൾ ഇന്ന് ഈ വേദിയിൽ സംഘനൃത്തം അവതരിപ്പിക്കുകയാണ്. ആ നിലക്ക് കലാപ്രകടനം എന്നതിലുപരി അതിജീവനത്തിൻ്റെ കൂടി നേർക്കാഴ്ചയാവുകയാണ് ഈ കലോത്സവ വേദി എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. വലിയൊരു പാരമ്പര്യത്തിൻ്റെ ഇങ്ങേയറ്റത്തെ കണ്ണികളാകുന്നവരാണ് ഇവിടെ പങ്കെടുക്കുന്ന ഓരോ കുട്ടിയും. കലോത്സവ വേദികളിൽ മാറ്റുരച്ച നിരവധി പ്രതിഭകൾ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ പിന്നീട് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ആ ബൃഹത് പാരമ്പര്യം ഉൾക്കൊണ്ടുവേണം ഈ കലോത്സവങ്ങളിൽ പങ്കെടുക്കാൻ. അങ്ങനെ നമ്മുടെ സാംസ്കാരിക രംഗത്തെയും ആസ്വാദന രീതികളെയും മാറ്റിമറിക്കുന്ന കലാസൃഷ്ടികൾ നടത്താൻ നിങ്ങൾക്ക് കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര ഉത്സവമായി വളർന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ മേളയിൽ 15,000-ഓളം കലാപ്രതിഭകളാണ് മാറ്റുരക്കുന്നത്. നേരത്തെ പറഞ്ഞു, 25 വേദികളിലാണ് കലാമേളകൾ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഈ കലോത്സവത്തോടൊപ്പം സംസ്കൃതോത്സവം, അറബിക് സാഹിത്യോത്സവം എന്നിവ കൂടി നടക്കുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി തദ്ദേശീയ ജനതയുടെ 5 നൃത്തരൂപങ്ങൾ കൂടി മത്സര ഇനങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രാക്തന കലകളുടെയും ക്ലാസിക് കലകളുടെയും എല്ലാം സംഗമവേദിയാവുകയാണ് ഈ കലോത്സവം. ഏറെ അഭിമാനകരമാണിത്. കേരളത്തിൻ്റെ കലാ സാംസ്കാരിക രംഗത്തെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം സംഭവിച്ച വർഷമാണ് കടന്നുപോയിരിക്കുന്നത്. എഴുത്തുകാരൻ, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, പത്രാധിപർ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ MT വാസുദേവൻ നായർ വിടവാങ്ങിയ വർഷമാണ് കടന്നുപോയത്. എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടികൾക്ക് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്ന വേദിയാണ് സ്കൂൾ കലോത്സവം. അതുകൊണ്ട് തന്നെ നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കലൂർ അപകടത്തിൽ വീഴ്ച സമ്മതിച്ച് GCDA നടപടി തുടങ്ങിയതായി ചെയർമാൻ ചന്ദ്രൻപിള്ള. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് സസ്പെൻഷൻ. അന്വേഷണത്തിന് GCDA സെക്രട്ടറിയെ നിയോഗിച്ചു. GCDAയെ ന്യായീകരിക്കാതെ കൊച്ചി മേയർ അനിൽകുമാർ. സംഘാടനത്തിൽ വീഴ്ചയുണ്ടായി എന്ന് ആവർത്തിച്ചു മേയർ. വീഴ്ച സംഭവിച്ചത് ആർക്കാണെന്ന് കണ്ടെത്തട്ടെ.